നമസ്കാരം. ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള എലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANTUC. ഇക്കഴിഞ്ഞ 22-ാം തീയതി സംസ്ഥാന വ്യാപകമായി വൈദ്യുതി മേഖലയിൽ വൈദ്യുതി തൊഴിലാളികൾ ഈ സ്ഥാപനത്തിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള എലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANTUCയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തിയിരുന്നു. അത് വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ KICBയിലെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ, ചില ധൂർത്ത്, ചില അഴിമതി, അതുപോലെ തന്നെ ജീവനക്കാർക്ക് മേൽ പീഡന ശ്രമം നടത്തുന്ന ചില ഉദ്യോഗസ്ഥരെ കുറിച്ചുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളാം. ആദ്യമായിട്ട് ഞങ്ങൾ നടത്തിയ പണിമുടക്ക് വിജയിപ്പിച്ച ഞങ്ങളുടെ അംഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും കോൺഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പണിമുടക്കിന് ശേഷം റാലിയും ധർണയും നടത്തിയിരുന്നു. അത് 3 മേഖലകളായിട്ട് തിരിച്ചാണ് റാലിയും ധർണയും നടത്തിയത്. ദക്ഷിണ മേഖല റാലിയിൽ പങ്കെടുത്തത് 4 ജില്ലകളാണ്: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. ഈ റാലി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഇവിടുത്തെ ഈ റാലിയും ധർണയിലും അഭിസംബോധന സംസാരിച്ച് മുഖ്യപ്രഭാഷണം നടത്തിയത് ബഹുമാനപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ ആണ്. മധ്യമേഖല റാലിയിൽ പങ്കെടുത്തത് എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, ഇടുക്കി 4 ജില്ലകളാണ്. അവിടെ റാലി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബി ഈഡനാണ്. ഉത്തരമേഖല റാലി ഉദ്ഘാടനം ചെയ്തത് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, കോഴിക്കോട് DCC പ്രസിഡന്റാണ്. ആൾക്കാരുടെ പ്രാതിനിധ്യം, ജീവനക്കാരുടെ പ്രാതിനിധ്യത്തിൽ ഏറ്റവും പ്രബലഗംഭീരമായ റാലി നടന്നത് ഉത്തരമേഖലയിലാണ്. അവിടെ 6 ജില്ലകളുണ്ടായിരുന്നു: കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്. അവിടെ ധർണ നടന്നത് ചീഫ് എഞ്ചിനീയർ നോർത്തിൻ്റെ ഓഫീസ് വൈദ്യുതിന് മുന്നിലായിരുന്നു. മധ്യമേഖല റാലിയും ധർണയും നടന്നത് ചീഫ് എഞ്ചിനീയർ സെൻട്രലിൻ്റെ ഓഫീസിന് കേന്ദ്രീകരിച്ചായിരുന്നു. ദക്ഷിണ മേഖല റാലി നടന്നത് തിരുവനന്തപുരം പട്ടം വൈദ്യുതിന് മുന്നിലായിരുന്നു. ഈ റാലിയിൽ ഞങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കന്മാരായ ഞങ്ങളുടെ പ്രസിഡന്റ് കൂടിയായ KP ധനപാൽ XMP എറണാകുളത്തുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് G സുബോധൻ KPC ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ശ്രീ മുഹമ്മദ് ഷിയാസ് എറണാകുളം DCC പ്രസിഡന്റ് എറണാകുളത്തുണ്ടായിരുന്നു. ശ്രീ അബ്ദുൾ മുത്തലീഫ് KPCC ജനറൽ സെക്രട്ടറി എറണാകുളത്തുണ്ടായിരുന്നു. അതുപോലെ INTUCയുടെ അഖിലേന്ത്യാ സീനിയർ സെക്രട്ടറി ശ്രീ K സുരേഷ് ബാബു, അതുപോലെ INTUCയുടെ മറ്റു ഭാരവാഹികളായ ശ്രീ VP ജോർജ്, ശ്രീ ഉമ്മർ, ശ്രീ രാജീവ്, ശ്രീ ചാല നാസർ എന്നിവരും അഭിവാദ്യം അർപ്പിച്ച് ജാഥയിൽ ഞങ്ങളുടെ ധർണയിൽ പങ്കെടുത്തിരുന്നു. അവർക്കെല്ലാവർക്കും സംഘടനയുടെ പേരിൽ, സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ റാലിയും ധർണയും വിജയിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാര്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ ട്രഷറർ, ജില്ലാ കോർഡിനേറ്റർ, അതുപോലെ ഡിവിഷൻ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, കോർഡിനേറ്റർ, അതുപോലെ എല്ലാ ഡിവിഷൻ ഭാരവാഹികള്, ജില്ലാ ഭാരവാഹികള്, ഈ റാലിയിൽ പങ്കെടുക്കുവാനെത്തിയ, ഈ ധർണയിൽ പങ്കെടുക്കുവാനെത്തിയ സംഘടനാ അംഗങ്ങൾ, അതിനെ പ്രൗഢഗംഭീരമാക്കിയ അംഗങ്ങൾ എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾ ഈ പണിമുടക്ക് ഒരു വിജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഏതാണ്ട് 10 ദിവസം മുമ്പ് 16 ദിവസം പണിമുടക്കി ചർച്ച ചെയ്ത് പണിമുടക്ക് ഞങ്ങൾ വിജയിച്ചു, ഉപസമിതിയെ വെച്ച് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞവർ, തീരുമാനമെടുത്ത് ലഡു വിതരണം ചെയ്തവർ, ലഡു കഴിച്ചതിൻ്റെ മധുരം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയുന്നു ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക്. കാരണം എന്താണ്? അവരുടെ സമരം അന്നത്തത് വിജയിച്ചില്ല. ഞങ്ങൾ സമരം ചെയ്തപ്പോൾ അവർക്ക് വീണ്ടും ഒന്നുകൂടെ സമരിക്കണമെന്ന് തോന്നി. ഞങ്ങൾ അതിന് പിന്തുണ നൽകുന്നു. അങ്ങനെ എല്ലാവരോടും നമുക്ക് സമരം ചെയ്യാം. കാരണം നമ്മുടെ അവകാശങ്ങളാണ് 20% DA,
പെൻഡിങ് ആണ്, വർക്കർമാരുടെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈദ്യുവിന് മുന്നിൽ ഇന്നലെ NCCO എന്ന പേരിലാണ് അവർ ഇറങ്ങി തിരിച്ചത്. അന്ന് EEFI എന്ന പേരിലായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ പേരൊക്കെ ഇട്ടിറങ്ങി NCCO എന്ന പേരിൽ ഇറങ്ങി സമര പ്രഖ്യാപനം നടത്തി. ഫെബ്രുവരി 20-ാം തീയതി സൂചനാ പണിമുടക്ക് നടക്കുമെന്നാണ് പറയുന്നത്. നടക്കാൻ പോകുന്നത് ഞാനിപ്പോഴേ പറയാം. അടുത്ത മാസം ഒരു DA തരും. നമുക്ക് 20% DA കിട്ടേണ്ടതാണ്. അത് കിട്ടുന്നവരെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കും. അത് കിട്ടുമ്പോൾ അവർ പറയും ഞങ്ങളുടെ സൂചനാ പണിമുടക്ക് ഞങ്ങൾ മാറ്റിവെച്ചു, കാരണം സർക്കാർ, ഇടതുപക്ഷ സർക്കാർ എല്ലാം ശരിയാക്കി തരും, ഉടനെ അവർ ബാക്കി ശരിയാക്കും. കഴിഞ്ഞ 8 വർഷമായിട്ട് ശരിയാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഏതായാലും ഞങ്ങളുടെ പണിമുടക്ക് വിജയമായിരുന്നു എന്നുള്ളതാണ്. അവരെയും ഇതിലേക്ക് വീണ്ടും ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത കാര്യത്തിലേക്ക് വീണ്ടും ഒന്നുകൂടി ഇറക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ ഇന്നൊരു പത്രവാർത്ത കണ്ടു, അതിനെക്കുറിച്ചൊരു വാർത്ത. അതായത് വൈദ്യുതി കമ്പിയിലേക്ക് മരച്ചില്ല ചാഞ്ഞാൽ ഉദ്യോഗസ്ഥന് പിഴ. ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് ഉദ്യോഗസ്ഥനാ പിഴ? ലൈൻമാനാ, വർക്കർക്കോ? എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മരച്ചില്ല വീഴുകയാണെ ടച്ചിങ്ങിന് 65 കോടി രൂപ കൊടുക്കുന്നു എന്നാണ് പത്രക്കാർ എഴുതിയിരിക്കുന്നത്. 65 കോടി രൂപ കൊടുത്താൽ അത് പരിശോധിക്കണം. അതായത് വെറുതെ രൂപ കൊടുത്തിട്ടിരുന്നാ പോരാ. അതിന് ചില്ല കഴിഞ്ഞാൽ ഇതാ ജനങ്ങൾക്ക് ഫോട്ടോ എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. 9496001012 ഫേസ്ബുക്കിലേക്കൊക്കെ അയക്കാമെന്നാണ് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ജീവനക്കാരെ പൊതുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനല്ലയോ? ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള CI2ൽപ്പെട്ട AI2C-പ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, അതായത് KSEB ജോലി എന്നോട് ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായം പരസ്യമായിട്ട് നിങ്ങൾ പറ. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് ശരിയാണോ? മരച്ചില്ല ചാഞ്ഞു കിടക്കാതിരിക്കാൻ ടച്ചിക്ക് വെട്ടുമ്പോൾ സൂപ്പർവിഷൻ നടത്തണം. ചാഞ്ഞു കിടന്നാൽ പറഞ്ഞ പിഴ ഈടാക്കണം, നാട്ടുകാരെ അതുപോലെ തന്നെ വർക്ക് കൃത്യമായിട്ട് കൊടുക്കണം. അടുത്തത് അനാവശ്യമായി മരച്ചില്ല വെട്ടരുതെന്ന് ജീവനക്കാർക്ക് KSEB നിർദ്ദേശം. അതേസമയം തന്നെ പറഞ്ഞേക്കുക, 2 കാര്യം ഒരുപോലെ പറഞ്ഞേക്കുക. അനാവശ്യമായിട്ട് അല്ലെങ്കിലും ആരും വെട്ടാറില്ലല്ലോ. ഈ പറച്ചിൽ കേട്ടാത്തൊന്നും അനാവശ്യമായിട്ട് വെട്ടുന്നുണ്ടെന്ന്. ആരാണ് അനാവശ്യമായിട്ട് വെട്ടുന്നത്? പോകുന്നവര് പേടിച്ച് ആവശ്യത്തിന് പോലും വെട്ടുന്നില്ല എന്നുള്ളതാണ്. ആരോ മന്ത്രിക്ക് പരാതി കൊടുക്കുന്ന പറഞ്ഞു. മന്ത്രി ഇന്നേ വരെ ആരുടെയും പരാതിയിൽ ഒരു തീരുമാനം എടുക്കാത്ത ഒരു മന്ത്രിയാണ് നമ്മുടെ മന്ത്രി. മണിയാർ വിഷയത്തിൽ നിയമസഭയിൽ അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്ന് പോയ മന്ത്രിയാ. ആ മന്ത്രിയാ പറയുന്ന പരാതി സ്വീകരിച്ചത്. ആരാണ്ട് കൊടുത്ത പരാതിയിൽ ഉടനെ വിജിലൻസിന് കൊടുത്തു. വിജിലൻസ് റിപ്പോർട്ട് ചെയ്തു, അനാവശ്യ ചില്ല വെട്ടരുത്, ചില്ല വെട്ടുന്നതിന് മുമ്പേ അറിയിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളങ്ങ് അറിയിക്കുപോയി. ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് നിങ്ങൾ ആളെ നിയമിക്കേ. ഒന്നി പോസ്റ്റ് ഓഫീസ് വഴി അറിയിക്കുക, അല്ലെങ്കിൽ കത്ത് മെസ്സഞ്ചർ വഴി കൊടുക്കുക. അല്ലെ ഒരു കാര്യം ചെയ്യേ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് കൂടെ ഒരു വണ്ടി തന്നിട്ടില്ലേ? ബോർഡ് ലൈൻമാനൊന്നും വണ്ടി കൊടുത്തിട്ടില്ലല്ലോ. അവരവരുടെ സ്വന്തം ബൈക്കിലല്ലേ ഓടുന്നേ. നിങ്ങളെ വണ്ടി, ആ ബോർഡിന്റെ വണ്ടി എടുത്തുകൊണ്ട് കത്ത കവറിലാക്കിയിട്ട് രാവിലെ ഇറങ്ങി എല്ലാ വീടുകളിലും കൊണ്ട് കൂടെ ഞങ്ങൾ ചില്ല മുറിക്കാൻ പോവാണ്, ഇങ്ങനെ മുറിക്കും. രാവിലെ ഒരു വീട്ടിൽ ചെന്ന് ചായ കുടിച്ച് ഇറങ്ങിപ്പോര്. തോന്നിവാസം ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഞാൻ പറയുന്ന ഇവരൊക്കെ ഇങ്ങനെ ഓർഡർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പുസ്തക പുഴുക്കളായിട്ടുള്ള സമൂഹത്തെ അറിയത്തില്ലാത്ത, നാട്ടുകാരെയും ജീവനക്കാരുടെയും ജോലിയെക്കുറിച്ച് അറിയത്തില്ലാത്ത AC റൂമിൽ ഇരുന്നുകൊണ്ട് പുസ്തക പുഴുക്കളായിട്ടുള്ളവർ ഇറക്കുന്ന ഓർഡറാണ്. അത് പൂച്ചിച്ച് തള്ളുക. അനാവശ്യമായിട്ട് മരം മുറി. ആരാ മരം മുറിക്കുന്നത്? മരം മുറിച്ചാൽ കുഴപ്പം, മുറിച്ചില്ലേ കുഴപ്പം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇവിടെ റിട്ടയർ ആയിട്ടുള്ള കുറെ ഓവർസർമാരെയൊക്കെ ബോഡി നിയമിക്കുക. എങ്ങനെ നിങ്ങൾ നിയമിക്കും? സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി റെഗുലേഷൻ 2023 അനുസരിച്ച് 8/6/2023 വരെയുള്ളവരെ മാത്രമേ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളൂ. അത് നിലവിലുള്ള ജീവനക്കാരെ. റിട്ടയർ ചെയ്ത ആളിന് IT ഇല്ലെങ്കിൽ, ഡിപ്ലോമ ഇല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാൻ കോൺട്രാക്റ്റിലൊന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ, ബന്ധുക്കളെ നിയമിച്ച് തിരികാനല്ല ശ്രമിക്കേണ്ടത്. എംപ്ലോയ്മെന്റിൽ നിന്ന് എടുക്കണം ക്വാളിഫിക്കേഷൻ ഉള്ളവരെ. നാട്ടിൽ തൊഴിലില്ലാത്തവർ നിൽക്കുകയാണ്, എന്നിട്ട് PSCക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കുറെ പേരെ എടുക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ എടുക്കുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുക. പിന്നെതാണ് സർവീസ് കണക്ഷൻ കൊടുക്കുന്ന വയർ. തെക്കൻ ജില്ലകളിൽ ചില സർക്കിളിലും ഷോറിലൊക്കെ വന്നിരിക്കുക. ഒരു ലോഡ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് മുഴുവൻ കത്തിപ്പോയെന്നാണ് പറയുന്നത്. അകത്തെല്ലാം ബ്രേക്കാ. ഈ ബ്ലൂ കളറുള്ള വയർ ഇപ്പൊ അടുത്ത ലോഡ് വന്ന് ഇന്നലെ എല്ലാവർക്കും വിതരണം ചെയ്തിരിക്കുക. കച്ചവടം നടക്കാണ്, പർച്ചേസ് നടക്കാണ്. ഇതിന്റെ അഴിമതി, ഇതിന്റെ തോന്നിവാസം, ഇതിന്റെ ദൂർത്ത്, ഇതിന്റെ നഷ്ടം മുഴുവൻ ജനങ്ങളുടെ മേൽ വെക്കുകയാണ്, പാവപ്പെട്ട ജനത്തിന്റെ മേൽ. അപ്പൊ ജനം ജീവനക്കാരുടെ മേൽ തിരിയുക, ശമ്പളം കൊടുത്തിട്ടാണെന്നും പറഞ്ഞു. നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാ, അങ്ങനെ വരുത്തി തീർക്കുകയാണ്. 6000 ജീവനക്കാർ കുറവാണ്. നിങ്ങൾ ജീവനക്കാരെ നിയമിച്ചിട്ട് കത്ത് കൊടുക്കാൻ പറ, ടച്ചിങ് വെട്ടുന്നതിന് മുമ്പേ. ആളെ നിയമിക്കാതെ. വേറൊരു വലിയൊരു സംഭവം എനിക്ക് ഇപ്പൊ കിട്ടിയ ഒരു റിപ്പോർട്ടാണ്. സ്പേസർ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഭാഗങ്ങളിൽ, കൊല്ലത്ത് പല മേഖലയിലും സ്പേസർ 2 വർഷം മുമ്പ് വെച്ചു. കോടികൾ മുടക്കിയതാണ്.
സാധാരണക്കാരായ ജനത്തിന്റെ പൈസയാണിത്. ഈ ചെലവും കറണ്ട് ചാർജ് കൂട്ടുകയെ. ആ സ്പേസറല്ല ഇപ്പൊ അഴിച്ചിട്ട പടം നമ്മുടെ കയ്യിലുണ്ട്. ആ സ്പേസർ മുഴുവൻ അഴിച്ചിട്ടിട്ട് ഇപ്പം ABC കേബിൾ വെക്കുക. ABC വെക്കണം, നല്ല കാര്യമാണ്. ഇത് നേരത്തെ പ്ലാനിങ് ഇല്ലാത്തതിന്റെ കുഴപ്പമല്ലേ? നിങ്ങൾ ഈ ആഴ്ചയിലൂടെ ABC വെക്കുന്നുണ്ടെങ്കിൽ, അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് സ്പേസർ 2 വർഷം മുമ്പേ വെച്ചത്? അത് മുഴുവൻ സ്ക്രാപ്പ് ആയിട്ട് വിൽക്കുകയല്ലേ? കാട്ടിലെ തടി തേവരുടെ ആന. ഇതാണ് നമ്മുടെ സ്ഥാപനത്തിന് ഇപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ റിട്ടയർ ചെയ്യാൻ പോകുന്ന 4 മാസം ഉള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ചിലരൊക്കെ ജർമ്മനിക്കും അമേരിക്കയും പോവുക ട്രെയിനിങ്. ഇതെല്ലാം നാട്ടുകാരുടെ പൈസയല്ലേ, ജനങ്ങളുടെ പൈസയല്ലേ? പണ്ട് ശ്രീ AK ബാലൻ മന്ത്രിയായിരുന്നപ്പം പണ്ട് പറഞ്ഞു കമ്പനിവൽക്കരണത്തിനെതിരെ ഇവിടെ INTUC-ക്കാരാ ഒച്ച വെക്കുന്നത്. കുറഞ്ഞ 5 കമ്പനി ആക്കണം, 3 പേരും ആക്കുമെന്ന് പറഞ്ഞു. ഏതായാലും അവര് പിന്നെ ഭരണത്തിൽ നിന്ന് പോയതുകൊണ്ട് UDF സർക്കാർ വന്നുകൊണ്ട് ഒറ്റ കമ്പനി നിർത്തി. ഏതായാലും ഇപ്പൊ ഭരണത്തിൽ വന്നപ്പോൾ ഇതിപ്പോ 3 കമ്പനി ആക്കാൻ പോവുക. ഒരു കമ്പനി ഹൈഡൽ ടൂറിസത്തിനുണ്ടായി, അടുത്ത ഒരു കമ്പനി ഇപ്പൊ ഉണ്ടാകാൻ പോവുക. അപ്പൊ ആ കമ്പനി വരുന്ന വിചാരിച്ചു എല്ലാ ജീവനക്കാർക്ക് ഷെയർ ഒക്കെ കൊടുക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാ കൊള്ളാം, നല്ല കാര്യമാണല്ലോ, ലാഭവിഹിതം കൊടുക്കുമെന്നൊക്കെ എഴുതി. പിന്നല്ലേ ആലോചിച്ചത് ഇത് ചിലർക്കൊക്കെ ബന്ധുക്കളെ നിയമിക്കാൻ വേണ്ടി, റിട്ടയർ ചെയ്തവർക്ക് കയറിയിരിക്കാൻ വേണ്ടി, എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു കച്ചവടമായത്. ഈ പമ്പ്ഡ് സ്റ്റോറേജ്, ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം എല്ലാം കൂടെ ചേർത്ത് ഒരു കമ്പനി കീഴിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ഡയറക്ടറെ നിയമിക്കാം, അവിടെ കുറെ സ്റ്റാഫിനെ നിയമിക്കാം, കുറെ ബന്ധു നിയമനം നടത്താം. അപ്പൊ അതൊരു കമ്പനിയായി. നമ്മുടെ ഹൈഡൽ ടൂറിസം ഒരു കമ്പനിയായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ അവിടുത്തെ നഷ്ടം 3.5 കോടി രൂപ KCB ഏറ്റെടുത്ത്. ഈ കമ്പനിയുടെ നഷ്ടത്തോടെ KCB ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ ഷെയർ കിട്ടുമെന്ന് കണ്ട് ആരും സന്തോഷിച്ചൊന്നും ഇരിക്കേണ്ട. ഷെയർ കിട്ടിയാലും ലാഭം ഉണ്ടെങ്കിലും ലാഭവിഹിതം കിട്ടൂ. ഇത് നഷ്ടം വരാൻ പോകുന്ന കമ്പനിക്ക് ലാഭം വരുന്നത്. പണ്ട് കേരള പവർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി. അതായത് KCB സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ട് തന്നെ പലിശ കിട്ടും. ഇത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മേടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് തരും. അവരവിടെ ഒരു കമ്മീഷൻ കൊണ്ട് എടുക്കും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ തൊട്ട വഴിയെ പോകുന്ന മുഴുവൻ വെളിച്ചപ്പാടാണ്. ഇവിടെ മുഴുവൻ അഴിമതി കാണിക്കാൻ പറ്റി. ഇത്രയും വലിയൊരു സ്ഥാപനമാണ്. പർച്ചേസിലും ദൂർത്ത്, അഴിമതി എല്ലാത്തിലും ദൂർത്ത്. എന്നിട്ട് ജീവനക്കാർ കൊടുക്കാനുള്ള ആനുകൂല്യം കൊടുക്കില്ല. DA കൊടുക്കാൻ ഒരു ദിവസം 2 കോടി രൂപയാവേണ്ടെങ്കിൽ ഇവിടെ പവർ പർച്ചേസിനകത്തെ അഴിമതി മൂലം 10 കോടി രൂപ ദിവസം ചെലവാക്കിക്കൊണ്ടിരിക്കുക. അവർ DA കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറയുന്നത്. എന്നിട്ട് പൊതുജന മധ്യത്തിൽ പറയും ശമ്പളം കൊടുത്തിട്ടാണ് കറണ്ട് ചാർജ് കൂട്ടുമെന്ന് പറയും. അപ്പൊ ജനം വൈദ്യുതി ചാർജ് കൂട്ടുമ്പോൾ ഓഫീസിൽ കയറി അടിക്കും. ആക്ച്വലി ഇവിടെ സംഭവം എന്താണ്? ഇതിപ്പോ ഈ സാധനം പൊട്ടിത്തെറിക്കുന്ന ഫ്യൂസ് കാരിയർ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളാണ് മൊത്തം പഠിച്ചേക്കുന്നത്. പരിശോധന നടത്തട്ടെ, വിജിലൻസ് അന്വേഷണം നടത്തട്ടെ. അന്വേഷണം നടത്താൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ നടത്തി തരാം. എല്ലാ ഓഫീസുകളും പോയി പരിശോധന നടത്താം. ഒരു ചാനലുകാരെ വിളിച്ചുകൊണ്ട് മൊത്തം നമുക്ക് പരിശോധന നടത്താൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ ഫയലുകൾ മുഴുവൻ പുറത്ത് കാണിക്കാൻ തയ്യാറുണ്ടോ? വിവരാംശം അനുസരിച്ച് എടുത്ത ഫയലാണല്ലോ മണിയാർ പദ്ധതി. മണിയാർ പദ്ധതി എന്താണ് തിരിച്ചെടുക്കാത്തത്? കേരളത്തിലെ സ്വകാര്യ വ്യവസായം വരുന്നവർക്ക് മുഴുവൻ വൈദ്യുതി ഫ്രീ കൊടുക്കണമെന്ന് പറഞ്ഞ എവിടുത്തെ ന്യായമാണ്? അങ്ങനെയാണ് എല്ലാവർക്കും കൊടുക്ക്. അതിന് വിത്തെടുത്ത് കുത്തണോ? KSEBയുടെ സ്വത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ സ്ഥാപനം മൊത്തം നശിപ്പിച്ചേ ഇവർ അടങ്ങൂ. ഇനി 1.5 വർഷം കൊണ്ട് ബാക്കി തീർത്തേ ഇവർ പോവൂ. പണ്ടത്തെ അവസ്ഥയിൽ എത്തിക്കും. ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പണ്ട് ഇവർ എത്തിച്ചിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടുത്തിയാണ് ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ചു കൊടുത്തത് UDF കാലത്ത്. 3000 കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങളും PF-ഉം കിട്ടിയിരുന്നത്. അത് മാറി ഇപ്പോൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോവാണ്. പെൻഷൻ ട്രസ്റ്റുകാരുടെ പൈസ പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ രക്ഷപ്പെടുന്ന ഏത് നടപടികളുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകും. അഴിമതി ദൂർത്ത് കാണിക്കുന്നവർ ജാഗ്രതയായി. നന്ദി, നമസ്കാരം.